എന്തിനാണ് ഇത് പറയുമ്പോഴുള്ള സംശയം? ഞാനിപ്പം ഗവൺമെൻറ് സത്യപ്രതിജ്ഞ പോലും ചെയ്യാത്ത ഒരു ഘട്ടത്തിൽ അതിനപ്പുറം ഒരു വിമർശനം പറയാനൊന്നും ഞാൻ തയ്യാറാവുന്നില്ല. ഇത്രയും ആദ്യം പറയുന്നത് എന്താ? ഇതൊരു മുൻകൂർ ജാമ്യമാണ്. ആ മുൻകൂർ ജാമ്യം വളരെ വലിയൊരു നിയമപണ്ഡിതനായ ഒരു വക്കീൽ ഉപദേശിച്ചു കൊടുക്കുന്ന പോലെ ഒരാളാണ് ശ്രീ എ കെ ആന്റണി എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം മുൻകൂർ ജാമ്യം എടുക്കുന്ന എപ്പോഴാണ് ഇങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ടൊരു മുൻകൂർ ജാമ്യം ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എന്നറിയുന്ന പോലെ എന്ന് പറയുന്ന പോലെ മുൻകൂട്ടി അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നതാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അത്രയും ചെറിയൊരു മനുഷ്യനായിട്ട് ഞാൻ അദ്ദേഹത്തെ കാണുന്നില്ല. അദ്ദേഹത്തെ അങ്ങനെ ഞാൻ കാണുന്നില്ല. പക്ഷേ സാധാരണ രീതി പറയുകയാണെങ്കിൽ പറയാം, ഗവൺമെൻറ് 5 ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്. ആ ഗ്യാരണ്ടി ഒന്നും നടപ്പിലാക്കാതിരിക്കാനുള്ള പരിപാടി. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നത്, തെറ്റായ കാര്യം പറയുന്നത് വേണമെങ്കിൽ എനിക്ക് പറയാം. ഞാനത് പറയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലത്തെ കണക്കുകൾ നോക്കാതായിരിക്കും ഞാൻ അദ്ദേഹത്തെ കണ്ട് ഈ ഡീറ്റെയിൽസും പിന്നെ നമ്മുടെ CNTG അല്ലെങ്കിൽ ബഡ്ജറ്റ് റിപ്പോർട്ട് എല്ലാം കൂടെ കൊടുത്ത് തന്നെ സംസാരിക്കണമെന്ന് വിചാരിക്കുന്നത്. കാരണം മുഖ്യമന്ത്രി ചുമതല മാത്രമല്ല, ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയായിരുന്നു ഇന്നിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ ശ്രീമതി സോണിയാഗാന്ധിയും AICC നേതൃത്വവും മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിനുള്ള അഡ്വൈസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി വിശ്വസിക്കുന്ന ഒരാളും അദ്ദേഹമാണെന്നാണ് വാർത്തകൾ. അത്രയും പ്രധാനപ്പെട്ട ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനെ പോലെ ഒരാളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു കാര്യം വരുമ്പോൾ ജനം വിശ്വസിക്കും. അദ്ദേഹം അത് കറക്റ്റ് ചെയ്യണമെന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ ഡാറ്റ കൃത്യമായിട്ട് കയ്യിലില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ കൊടുത്ത് അദ്ദേഹം ഈ കാര്യങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു. ജനങ്ങളുടെ അടുത്തേക്കും സ്വാഭാവികമായിട്ടും ഞങ്ങൾ ചെയ്ത കാര്യങ്ങളെല്ലാം കിട്ടിയ ആളുകൾ പറയും, നിങ്ങൾക്ക് കഴിഞ്ഞ മാസം ഒന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ ആൾ വിശ്വസിക്കുമോ? കഴിഞ്ഞ മാസം നിങ്ങൾക്ക് പെൻഷൻ കിട്ടിയില്ല, അത് മാജിക്കായിരുന്നു എന്ന് പറഞ്ഞാൽ പറ്റുമോ? കൈ കിട്ടിയതാണ്. നിങ്ങൾക്ക് ശമ്പളം കിട്ടിയില്ല കേട്ടോ, നിങ്ങൾക്ക് തോന്നിയതാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അവർക്ക് ശമ്പളം കിട്ടിയതാണ്. ശമ്പളത്തിൻ്റെയും DAയുടെ എല്ലാം വർധന കിട്ടിയ ആളുകളോട് നിങ്ങൾക്കൊന്നും ഇത്രയും കാലം കിട്ടിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുമോ? അവർക്കെല്ലാം കിട്ടിയതാണ്. അപ്പോൾ കിട്ടിയ കാര്യങ്ങൾ കിട്ടിയതാണ്. ഇനി അങ്ങോട്ട് പോകാനുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് കേരളം ഇതേപോലെ തകർന്നു എന്ന് പ്രചരിപ്പിക്കുന്നത് ശരിയായ കാര്യമല്ല. അതേ ഉള്ളൂ ഞാൻ പറഞ്ഞത്.